നമസ്കാരം. പത്രികയിൽ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ. അദ്ദേഹം പ്രശസ്തനായ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. സാമ്പത്തിക വിദഗ്ധൻ എന്ന് ഞാൻ വിളിക്കുകയില്ല, കാരണം സാമ്പത്തിക വിദഗ്ധന്മാരെ കൊണ്ട് വഴി നടക്കാൻ പറ്റാതെ ആയിരിക്കുക. എല്ലാവരും വിദഗ്ധന്മാർ, പ്രത്യേകിച്ച് ബജറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും വഴി നടക്കാൻ പ്രയാസം. വഴിയിലുള്ളവരൊക്കെ സാമ്പത്തിക വിദഗ്ധന്മാർ. അതുകൊണ്ട് പത്രിക എന്നോട് പറഞ്ഞു, വലിയ വിദഗ്ധനെ ഒന്നും വേണ്ട, വലിയ വാചകമടി വേണ്ട, കാര്യമറിയാവുന്ന ഒരാൾ വേണം. അങ്ങനെയാണ് ഞങ്ങൾ ശ്രീ രഞ്ജിത്ത് കാർത്തികേയനെ തിരഞ്ഞെടുത്തത്. കാരണം കാര്യങ്ങൾ വ്യക്തമായിരിക്കണം. വെറുതെ പോംപസായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ബജറ്റിൽ എന്താണ് സംഭവിച്ചത്, ഗുണമാണോ ദോഷമാണോ, അതോ പച്ചവെള്ളം പോലെ ഉപദ്രവവും ഇല്ല ഉപകാരവും ഇല്ല, ഇങ്ങനെയുള്ളൊരു സാധനമാണോ, ഇതറിയാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരം ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എനിക്ക് വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റ് അത് എത്രമാത്രം സംസ്ഥാനത്തിന് ഗുണകരമാണ്, അതോ ഉപരിപ്ലവമായ ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണോ ചെയ്തിരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു മാസമോ മറ്റോ വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക, എസ്പെഷ്യലി ഒരു വൈറ്റ് പേപ്പറിൽ, ഒരു ഹറിഡായിട്ടാണെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവന്നു. അതിൽ വളരെ ക്രിട്ടിക്കലായിട്ട് ഒരു ICUയിൽ കിടക്കുന്ന ഒരു എക്കോണമിയെ അടുത്ത 3 ക്വാർട്ടറിലേക്കുള്ളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, വാസ്തവം പറഞ്ഞാൽ നമ്മളൊരു ധനകാര്യമന്ത്രിയുടെ ഒരു സ്റ്റേബിളിൽ നിന്ന് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു വലിയ തോതിൽ പബ്ലിസിറ്റിയും അല്ലെങ്കിൽ ഒരു ആളുകളെ കയ്യിലെടുക്കാൻ ഒരു സാമർഥ്യമുള്ളൊരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതിന് ട്രൈ ചെയ്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. കാരണം വി ഫീൽ സോറി ഫോർ ഹിം. അദ്ദേഹത്തിന് ഉള്ള ആംസൺ അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു മാജിക് വാൻഡ് അദ്ദേഹത്തിൻ്റെ ഇല്ല. അപ്പം ഡെഫിനറ്റായിട്ടും ഇഫ് യു ആസ്ക് മീ, നേരത്തെ കഴിഞ്ഞ 10 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു കിഫ്ബി എന്നുള്ള വാക്കുകൾ പ്രോജക്ട്സിന് വേണ്ടി പറഞ്ഞിരുന്നതെല്ലാം അതൊന്ന് മാറിക്കിട്ടി. അതൊരു വലിയ ആശ്വാസമാണ്. കാരണം ഏതിനും നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കിഫ്ബി പദ്ധതികളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. 22,000 കോടി രൂപ മറ്റോ ആകെ ചിലവാക്കിയത്, എങ്കിലും എല്ലാ ബജറ്റിലും നമ്മളത് കേട്ടിരുന്നു. ഇത് ഒരു ഡിഫറെൻറ്റ് മോഡിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്കൊരു ഫീൽ ഗുഡ് തോന്നാനൊക്കുന്ന ഒരു രീതിയിലുള്ള പ്രസംഗമാണ്. അതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസിലോട്ട് നമ്പേഴ്സിലേക്കും ഒന്നും അധികമായിട്ട് കടക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഞാൻ ഈ ആളുകളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ കുറെ കാലമായിട്ട് കേൾക്കുന്ന ചില വാക്കുകളാണ്: കോറിഡോർ, ക്ലസ്റ്റർ, ബ്ലൂ ഇക്കോണമി. ഇതൊക്കെ എന്താണ് സാധനം? ജനറലി ഇപ്പോൾ ഈ ഒരു കോറിഡോർ എന്നൊക്കെ പറഞ്ഞ എക്കണോമിക് കോറിഡോർ, ഇപ്പം നമ്മൾ പല കാര്യങ്ങളിലും ഇപ്പം ചൈന മുതലുള്ള ആളുകൾ പറയുന്നതാണ്. അപ്പം അതിനൊരു ഒരു ഏരിയയിലെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായാൽ അത് സംബന്ധമായ ആളുകൾക്ക് ഒരു ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് ഉണ്ടാകും, ഒരു ഇന്റർലിങ്ക്ഡ് ആയിരിക്കും. ഒരു ബിസിനസ് ഡെവലപ്മെന്റിന് ഒരു ഇടനാഴി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു ഇടനാഴി നമ്മൾ ഇതുവരെ കണ്ടില്ല. അതിലേക്കൂടെ കടന്നു പോകാൻ നമുക്ക് സാധിച്ചു. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ക്ലസ്റ്റർ വളരെ കാര്യമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MSME ക്ലസ്റ്റേഴ്സ് ചെയ്യാൻ ഒരുപാട് MSME, അതായത് 70% കേന്ദ്ര സപ്പോർട്ടോടുകൂടി ക്ലസ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതെന്ന് പറയുന്ന സംരംഭകരെല്ലാവരും, ഒരേ സിമിലർ സംരംഭകരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് അവർക്ക് കോമൺ ഫെസിലിറ്റേഷൻ തുടങ്ങുക. അതാണ് ഇതൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു കാലത്ത് 70കളിൽ 2 വർഷം ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ നടന്നിട്ട് പരാജയപ്പെട്ട് നാട് വിട്ടു പോയവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ ക്ലസ്റ്റർ എന്നൊക്കെ നമ്മളുടെ ഇതുണ്ടല്ലോ, എന്താ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതിൻ്റെ ഇപ്പോൾ MSME, സൂക്ഷ്മ ചെറുകിട മറുകിട തിരികിട, ഇതാണ് സാധനം. ഇത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നുള്ള പേരിൽ നാട്ടിൽ എങ്ങും
ഒരു കോമ്പൗണ്ടിൽ കുറേ അധികം ഷെഡുകൾ പൂട്ടിയിട്ട് അതിൻ്റെ പുറത്ത് ആലൊക്കെ കിളുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ ഓരോ മനുഷ്യരുടെ സ്വപ്നങ്ങളായിരുന്നു. അതിൻ്റെ ശവപ്പറമ്പാണ് ഈ പറഞ്ഞ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഉള്ള ഈ സാധനങ്ങൾ. ഇതൊക്കെ അടച്ചു പൂട്ടിയിട്ടിട്ട് അവരെയൊക്കെ ഓടിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ ദാ MSME ഉണ്ടാക്കാൻ പോകുന്നു. എത്ര വർഷമായി? ഞാനിത് 70s കാര്യമാണ് പറയുന്നത്. 60s അവസാനം 70s തുടക്കത്തിലൊക്കെയാണ് ഈ പറഞ്ഞ വ്യവസായ ക്ലസ്റ്ററുകൾ ഉണ്ടായത്. ഒരുപാട് സ്ഥലത്ത് സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് ഷെഡും ഒക്കെ ഉണ്ടാക്കി അതിനകത്ത് ഓരോരുത്തരും ഓക്കുപൈ ചെയ്തു. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്ന ആ പള്ളുരുത്തി ഭാഗത്തൊരു വ്യവസായ കേന്ദ്രമുണ്ട്. 1 2 എണ്ണം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. മരം വളർന്നു കഴിഞ്ഞു ബിൽഡിങ്ങിൻ്റെ പുറത്തൊക്കെ. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ് MSME? അതെ, MSME ഒരു 10,000 സംരംഭങ്ങൾ കൊണ്ടിരുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് 1 ലക്ഷം പേരെ ഇത് ചെയ്തെങ്കിലും ഒരു 2 ലക്ഷം പേരെ കിട്ടിയായിരുന്നേ. ഇവിടെ 2 ലക്ഷം ബിസിനസ്സുകളാണ് നമ്മൾ ചെയ്തു. ആരെങ്കിലും ഒരു പെട്ടിക്കട തുറന്നു കഴിഞ്ഞാൽ അത് സംരംഭമാണ് സർക്കാരിന്റെ കണക്ക്. അപ്പൊ ഇതിപ്പോ 10,000 പറയുന്നുള്ളൂ. അപ്പോ ഇനി അതിന്റെ സംരംഭം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ സത്യം പറയട്ടെ, ഇപ്പോൾ വിഖ്യാതമായ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ് CMRL കരിമണൽ, വീണ തൈക്കണ്ടി കരിമണൽ. അതെ, ആ മനുഷ്യനോട് വാസ്തവത്തിൽ എനിക്ക് ഉള്ളിൽ വലിയ സഹതാപമുണ്ട്. കാരണം അങ്ങേര് കേരളത്തിൽ ഒരു പ്രസ്ഥാനം തുടങ്ങി. ഈ പറഞ്ഞ തമ്പുരാക്കന്മാർക്ക് എല്ലാം കപ്പം കൊടുക്കാതെ ജീവിക്കാൻ പറ്റുമോ കേരളത്തിൽ? ആ കൊടുത്ത കപ്പം എത്രയാണെന്ന് ഏതെങ്കിലും ഒരു നോട്ട് ബുക്കിൽ മനുഷ്യൻ എഴുതി വെക്കുമല്ലോ. കാരണം കളയുമ്പോൾ അതൊന്ന് എഴുതി വെക്കുന്ന ആറ്റും കളഞ്ഞാലോ അളന്ന് കളഞ്ഞാലോ. ഈ ബുക്ക് ഇൻകം ടാക്സുകാർ കണ്ടെടുക്കുകയും കേസാക്കുകയൊക്കെ ചെയ്തു. കേസിൻ്റെ പാട്ടിന് പോട്ടെ. ഞാൻ പറയുന്നത് ഇത് ബേസിക്കലി കേരളത്തിലെ ഒരു ട്രെൻഡാണ്. ട്രേഡ് യൂണിയൻ നേതാക്കൾ, മത നേതാക്കൾ, വഴിയെ പോയവർ, രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ, ഇവർക്കൊക്കെ കൈക്കൂലി കൊടുക്കാതെ ഈ നാട്ടിൽ ഒരു വ്യവസായം നടത്താൻ പറ്റില്ല എന്നുള്ള സത്യം അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ നിന്ന് പുറത്തു വന്നു. ഞാനിതിന് ആരെയും കുറ്റമൊന്നും പറയുന്നില്ല. ഇതാണ് നമ്മുടെ സിസ്റ്റം ആക്ച്വലി. ഇത് വെച്ചിട്ട് വേറൊരു CMRL കേരളത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒരു മനുഷ്യൻ വരില്ല കേരളത്തിൽ. ഞാൻ നോക്കിയിട്ട് പേര് സർവീസ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമെങ്കിലും 5 സ്റ്റാർ ഹോട്ടലുകൾ കേരളത്തിൽ വരും. ടൂറിസം കുറച്ചൊക്കെ കേരളത്തിൽ വരും. എന്നാലും വരുന്ന ടൂറിസ്റ്റുകളെ എങ്ങനെ പിഴിയാം, എങ്ങനെ ഉപദ്രവിക്കാം എന്നൊക്കെയാണ് നമ്മുടെ നോട്ടം. എന്നാലും കുറച്ചൊക്കെ വരും. ഈ 2 എണ്ണം അല്ലാതെ വ്യവസായം എന്ന് പറഞ്ഞൊരു സാധനം, അത് MSME ആയാലും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ആയാലും കേരളത്തിൽ ഇനി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിനുള്ള അന്തരീക്ഷം കേരളത്തിലില്ല. ഇതാണ്. ഹൗ ഡു യു റിയാക്ട് ടു മൈ സ്റ്റേറ്റ്മെന്റ്? ഡെഫിനറ്റായിട്ട് നമുക്ക് നമ്മുടേതായ സ്ഥലം, ലാൻഡിൻ്റെ പരിമിതിയുണ്ട്. ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ടെററിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിലിറ്റൻ്റ് ആയിട്ടുള്ളൊരു അങ്ങനെ ഒരു ചീത്തപ്പേര് നമുക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഡെമോഗ്രാഫി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്കൊരു യങ് വർക്കിംഗ് ഹാൻഡ്സിലൊരു നമ്മൾ ഓൾമോസ്റ്റ് 40ലേക്ക് പോകുന്നു. നാച്ചുറലി ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പണവുമില്ല. ഒരു ഇവിടുത്തെ തനതായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് കണ്ടുപിടിക്കാൻ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ വലിയ റേറ്റിംഗും റാങ്കിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും പണവുമായിട്ട് ആരും വരുന്നില്ല. ഇവിടെ ഒരു വിഴിഞ്ഞം ഹാർബർ തന്നെ അദാനിയെ പോലൊരു കമ്പനി ഇവിടെ വന്ന് ആണ് ആകെപ്പാടെ ഉണ്ടായിട്ടുള്ളൊരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം PSUസും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ മക്ഡവൽ വരെയുള്ള ആളുകൾ തിരിച്ചു പോയി എന്നുള്ളതാണ്. ഇവിടെ നിസാൻ ഇവിടെ ടെക്നോ പാർക്കിൽ വന്നിരുന്ന് നമ്മൾ വളരെ അധികം ആഘോഷിച്ചതാണ്. അവർ ഇന്നുണ്ടോയെന്ന് തന്നെ സംശയം. നിസാൻ്റെ ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല. അപ്പം മേജറായിട്ട് ഗവൺമെൻറ് ഫോക്കസ് ചെയ്യേണ്ടത് ബിസിനസ് 10,000 ബിസിനസ് കൊണ്ടുവരാനല്ല. ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ബിസിനസ്സുകാർ ഇവിടെ വരും. ആ ഇൻഫ്രാസ്ട്രക്ചറിന് നമ്മൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ടൂറിസം ഒരു മേജർ സെക്ടറാണ്. ബ്ലൂ എക്കോണമി, ഇപ്പം നമ്മൾ സമുദ്ര എന്നൊക്കെ പറയുന്ന 400 കോടി വരെ നമ്മൾ വിലയിരുത്തി അല്ലെ വലിയ ഒരു പ്രോജക്റ്റായിട്ട് കാണുന്ന. രഞ്ജിത്ത്, ഞാനൊരു കാര്യം പറയട്ടെ. 400 കോടി രൂപ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കൊച്ചിയിലാണല്ലോ താമസിക്കുന്നത്. ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെ ഉള്ള കടപ്പുറം വൃത്തിയാക്കാനും ആ കല്ല് കെട്ടി ഒന്ന് പൂർത്തിയാക്കാനും ഈ പൈസ തികയില്ല.
അല്ല ഞാൻ അതിനൊരു ഈ പറയുന്ന പോലെ ഇന്നത്തെ ധനകാര്യ മന്ത്രിയുടെ ആ ഒരു ഹെൽപ്ലെസ്നെസ്. ഇന്ന് നമ്മളൊരു വലിയ ബ്ലൂ എക്കോണമിയെ പറ്റി പറയുന്നു, സമുദ്ര എന്ന് പറയുന്ന പ്രോജക്റ്റ് പറയുന്നു. പക്ഷെ അതിന് വേണ്ട 400 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നതെന്ന് പറയുന്നതാണ് ഇതിനകത്തെ ഏറ്റവും വലിയത്. അപ്പം ഇത് എത്രമാത്രം നടക്കും എന്നുള്ളത്. അത് മാത്രമല്ല, അതിൽ കൂടുതൽ വകയിരുത്താൻ പറ്റില്ല. ആ മനുഷ്യന്റെ കാശില്ല. 1.7% ഓഫ് ദ ടോട്ടൽ റവന്യൂ ആണ് നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ ചെലവാക്കാൻ പറ്റിയ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള പേരിൽ. അത് എത്രമാത്രം മാത്രമല്ല, കുറച്ച് ദിവസം മുമ്പാണ് ധവളപത്രം ഇറങ്ങിയത്, വൈറ്റ് പേപ്പർ. ആ വൈറ്റ് പേപ്പറിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് അതിൻ്റെ ഇൻട്രിക്കസീസ് ഒന്നും അറിയില്ല. ബട്ട് ഒരു ഫിഗർ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. 100 രൂപ കേരളത്തിന് വരുമാനം ഉണ്ടെങ്കിൽ 77 രൂപ ശമ്പളം, പെൻഷൻ, പലിശ ആയിട്ട് മാറും. ഇത് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. 77 രൂപ കുറയ്ക്കാനേ പറ്റില്ല. ശമ്പളം കുറയ്ക്കാൻ ശതമാനം എന്ന് പറയുമ്പോൾ റവന്യൂ കൂടിയാൽ മാത്രമേ ശതമാനം കുറയുള്ളൂ. ആ റവന്യൂ കൂടാനുള്ള പുതിയ മാജിക് ഒന്നും നമുക്കില്ല. അപ്പം വ്യവസായം വന്നാൽ മാത്രമേ അതിൽ നിന്ന് തനത് വരുമാനം കൂടുകയുള്ളൂ. വ്യവസായം ഉണ്ടെങ്കിലേ ടാക്സ് വരുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടാക്സ് ചോർച്ച പല കാര്യങ്ങളിലും ഇന്ന് കളക്ഷൻ ഇല്ലാതെ. കാരണം നമ്മളൊരു GST വരുമാനം ഇന്ന് ഭാരതത്തിലെങ്ങും വളരെ റെക്കോർഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ബെനഫിറ്റ് കേരളത്തിനും കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എന്നാലും ഒരു ട്രേഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കംപ്ലയൻസ് കൂടുതലായിട്ടും അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പല സർവേയും ഇപ്പോഴും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു റിംഗ് ഫെൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ GSTയുടെയൊക്കെ ചോർച്ച എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ നമ്പേഴ്സൊക്കെ നമുക്ക് ഗെസ്റ്റിമേറ്റ്സും ഒക്കെയാണ്. പക്ഷെ എന്നാൽ പോലും ഒരു 2 പ്രോപ്പർട്ടി ടാക്സ്. അപ്പോൾ ഈ വരുമാനം കൂട്ടുക, അതിന് 2 മാർഗങ്ങളേ ഉള്ളൂ. വരുമാനമായിട്ട് വരണമെന്നത് ഒന്നിൽ ലോട്ടറി, ഇപ്പോഴും ലോട്ടറി തന്നെയാണ് ഒരു മേജർ നോൺ ടാക്സ് റവന്യൂ ആയിട്ട് ഇവിടെ കാണുന്നത്. 2 ലിക്കർ. ഈ 2 കാര്യങ്ങളിലാണ് തനത് വരും. അല്ലെങ്കിൽ പിന്നെ ലോൺ. അപ്പം 3 L ലോട്ടറി, ലിക്കർ, ലോൺ. ഈ 3 Lലാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. ആ സർവൈവലിൽ നിന്നൊരു മാറ്റം ഇമ്മീഡിയറ്റ് ആയിട്ട്. അതിൽ ഒരു കാര്യം, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് കഴിഞ്ഞ 5 ദിവസം മുമ്പുള്ള ജൂൺ 15 മലയാള മനോരമയാണ്. അതെ. അതിൽ വലിയ ഹെഡ്ലൈനാണ്, സാമ്പത്തിക വർഷം ആദ്യ 2 മാസം കേരളത്തിന് വരുമാനം കൂടി. എന്നിട്ട് വലിയ ഹെഡ്ലൈൻ, കോളടിച്ചു 5629 കോടി. പോരെ സാർ? അത് ഈ പുതിയ ഒരു ഇംപ്ലൈഡ് ആയിട്ട് വരുന്നത് ഒരു പുതിയ ഗവൺമെന്റിന്റെ വന്ന വരവിലോടുകൂടി ഭയങ്കരമായ ഒരു വളർച്ച വന്നു എന്നുള്ളതാണ്. അങ്ങനെ അവർ പറയുന്നില്ലെങ്കിൽ പോലും ആ ഒരു ഫ്രണ്ട് ലൈൻ ന്യൂസ് 5629 കോടി രൂപ നമുക്ക് വിഭവം അധികമായി സമാഹരിക്കാൻ പറ്റി എന്നുള്ളത് ആസ് എ മലയാളി, ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വന്നു. പക്ഷെ എന്തുകൊണ്ട് എന്നുള്ളതിനെ പറ്റി കൂടുതൽ അകത്തോട്ട് ചിന്തിച്ചാൽ, ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു GSTയുടെ റാഷണലൈസേഷൻ നമ്പർ 1. അപ്പോൾ ആളുകളുടെ കൺസംഷൻ കൂടി. 2, ഇൻകം ടാക്സിൻ്റെ പരിധി കൂട്ടി 12 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല എന്ന് പറയുമ്പം അവിടെയും നമുക്കൊരു എക്സ്പെൻഡിച്ചർ ചെയ്യാനും ഒരു കൺസംഷൻ ചെയ്യാനും ആളുകളുടെ വരുമാനം, ആ ഒരു വരുമാനമാണ് മേജർ GST വരുമാനമാണ് അതിനകത്ത് കൂടിയിരിക്കുന്നത്. ഒരു ബോയൻസി ഇൻ ദ എക്കോണമി വന്നിട്ടുണ്ട്. കൺസംഷൻ ലെഡാണ് കേരളം, എപ്പോഴും കൺസംഷൻ ലെഡ് എക്കോണമിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ബേസിക്കലി ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആവുമ്പോൾ അവിടെ ഒരു പരിധികളുണ്ടാവും. നമ്മൾ ഡിപ്പെൻഡൻസി ഉണ്ട്. ഇന്ന് മേജർ, നമ്മൾ പണ്ട് മണി ഓർഡർ എക്കോണമി എന്ന് വിളിച്ചിരുന്നത് ഒരുപക്ഷെ ഇന്ന് RTGS എക്കോണമി, റെമിറ്റൻസ് എക്കോണമിയാണ് നമ്മുടെ. ഇന്ന് മിഡിൽ ഈസ്റ്റിൻ്റെ സിറ്റുവേഷൻ, അത് മേജർ കോൺട്രിബ്യൂട്ടർ മിഡിൽ ഈസ്റ്റാണ്. ആ മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന ഇഷ്യൂസ് ഇന്ന് ഈ റെമിറ്റൻസിനെ ഡെഫിനറ്റായിട്ടും ബാധിക്കും. US ഗ്രീൻ കാർഡും മറ്റുമൊക്കെയുള്ള അതിനകത്തുള്ള നിയന്ത്രണങ്ങളും അവർ ബൈ അമേരിക്കൻ മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങൾ ട്രംപിൻ്റെ കൊണ്ടുവന്നതോടെ അവിടുത്തെ റെമിറ്റൻസസും മറ്റും ഇത് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യക്കാരൻ ChatGPT ഉപയോഗിക്കുന്നതിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജ് അമേരിക്കക്കാരൻ കൊടുക്കുന്നു എന്ന് വരെ പറയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വിദേശത്ത് നിന്ന് വരുന്ന റെമിറ്റൻസസ് കുറയും. അത് ഇവിടുത്തെ ആളുകൾക്ക് ആകെ
ഉണ്ടായിരുന്ന ഒരു 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 എന്താ പറയുന്നത്, ഇവിടുത്തെ ഒരു റിച്ച്നെസ്സിനോ ഇവിടെ പലരും ഇവിടുത്തെ ഒരു ഗവേണൻസ് ഒന്നും അല്ല. വെളിയിൽ പോയി നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എക്സ്പോർട്ട് ചെയ്ത് അതിൽ നിന്ന് കിട്ടിയ റെമിറ്റൻസ് ആണ് ആക്ച്വലി ഇവിടെ കാണുന്ന ഈ ലാൻഡിൻ്റെ ഹൈ പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്. വേൾഡ് എക്കോണമി ഈസ് നോട്ട് ഡൂയിങ് ഗ്രേറ്റ്. ഇന്ത്യ പെർ സേ ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് എക്കോണമി. പിന്നെ അത് എസ്പെഷ്യലി ഹിന്ദി ഹാർട്ട്ലാൻഡിലേക്കാണ്. ഇനി മലയാളി ഒരുപക്ഷെ ആ ഉത്തരേന്ത്യയിലൊക്കെ പോയി അവിടെ നിന്നുള്ള റെമിറ്റൻസ് വരണം, ബംഗാളി ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചതുപോലെ. പിന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി അതിനെയൊക്കെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ബംഗാളും ആസാമും ഒക്കെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നു, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ പുഷ് വരുന്നു, അവർക്ക് അവിടെ തന്നെ ജോലി കിട്ടാനുള്ളൊരു സാധ്യത കൂടി. അപ്പോൾ പലരും മടങ്ങി വന്നിട്ടില്ല എന്നൊക്കെ ഉള്ളു. അപ്പം ഒരു ടോട്ടലി ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ പോലും അല്ല ഇന്ന് ധനകാര്യമന്ത്രിക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത്. അത് അടുത്ത ഒരു ഹെഡ്ലൈൻ ഞാൻ ടി വിയിൽ കണ്ടത്, രണ്ടാം ഭൂപരിഷ്കരണം വരുന്നു, തോട്ടങ്ങളുടെ ഉപയോഗത്തിൽ മാറ്റം വരും. എന്ത് മാറ്റം വരും എന്ന് പറഞ്ഞിട്ടില്ല. കുറേ കാലമായിട്ട് കേരളത്തിലെ തോട്ടങ്ങൾ ഉറക്കം തൂങ്ങിക്കിടക്കുകയാണ്. തേയില, ഏലം, ഇതുപോലെയൊക്കെയുള്ള തോട്ടങ്ങൾ. ഇതിനൊക്കെ മറ്റ് ഭൂപരിധി വന്നു കഴിഞ്ഞപ്പോൾ തോട്ടങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതിനൊരു കണ്ടീഷൻ വെച്ചു, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിള ഏതാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം തോട്ടഭൂമിയിൽ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ചു കാലം നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് എക്കണോമിക്കലല്ലാതെയായി. തോട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് പൂട്ടിപ്പോയി, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തെങ്ങാണ് നിങ്ങളുടെ കൃഷിയെങ്കിൽ തെങ്ങ് തന്നെ ചെയ്തോളണം. തെങ്ങിൽ നിന്ന് 10 പൈസ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ തെങ്ങ് തന്നെ ചെയ്തോളണം, അത് മാറ്റാൻ പാടില്ല. അങ്ങനെയാണ് നിയമം. ഒടുവിൽ വലിയ യുദ്ധവും സംഗതിയൊക്കെ നടത്തിയിട്ട് തോട്ടഭൂമിയുടെ ഒരു 5% നിങ്ങൾക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നായി. ആ 5%-ൽ ചിലർ ടൂറിസ്റ്റ് റിസോർട്ടാക്കി, ചിലർ പച്ചക്കറി, പഴം ഇതൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് കുറേയധികം വരുമാനമൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഈ റംബൂട്ടാൻ എന്നൊക്കെ പറയുന്ന സാധനം അത് ഇമ്പോർട്ട് ചെയ്തതുകൊണ്ട് കേരളത്തിൽ ഉണ്ടാവുന്നതുകൊണ്ട്. അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി ആ ഏരിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരുപാട് ഉൽപ്പാദനം അവർക്ക് ചെയ്യാൻ പറ്റും. ഓരോ വർഷവും അവർക്ക് തോന്നുകയാണ് പൈനാപ്പിളാണ് ഇത്തവണ മാർക്കറ്റുള്ളത്, ലെറ്റ് ദം ഡു പൈനാപ്പിൾ. ഈ സ്വാതന്ത്ര്യമൊന്നും കൊടുക്കാതെ എത്ര കാലം മനുഷ്യരെ ശ്വാസം മുട്ടിച്ചു. ഇപ്പോഴും രണ്ടാം ഭൂപരിഷ്കരണം എന്നൊക്കെ പറയുമ്പോഴും കൃത്യമായിട്ടത് പറഞ്ഞിട്ടില്ല എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം ഇതിനെ ഉപജീവിച്ച് കഴിയുന്ന തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട്. അവർ വേറെ എന്തെങ്കിലും ചെയ്യാൻ അവർ സമ്മതിക്കില്ല. തേയില നുള്ളുന്ന തൊഴിലാളി പിന്നെ എന്ത് ചെയ്യും, പൈനാപ്പിൾ പറിക്കാൻ പോവുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുകൊണ്ട് അത് ആ പദ്ധതി നടപ്പിലാക്കാതെ പോകും. ഗവൺമെൻറ് ഒരു നയം പ്രഖ്യാപിച്ചാൽ തന്നെ അത് നടപ്പിലാക്കാൻ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴുള്ള റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസും സംഗതിയൊക്കെ ആകുമ്പോൾ 5 വർഷമായി. അപ്പോഴത്തേക്ക് ഈ സർക്കാരിന് പോറായി. ഇങ്ങനെ നീണ്ടു ഞാൻ പ്രത്യേകിച്ചൊരു സർക്കാരിനെ UDF-നെ കുറ്റപ്പെടുത്തി പറയുകയല്ല. എല്ലാ സർക്കാരുകളും ഈ ഇംപ്ലിമെൻറ്റേഷൻ്റെ കാലതാമസം കൊണ്ട് അപ്പോഴത്തേക്ക് അവരുടെ പീരീഡ് കഴിയും പോകും. പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ ആശയങ്ങളുമായിട്ട് വരും. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ അവരും പോകും. ഇങ്ങനത്തെ ഒരു വിഷ്യസ് സർക്കിളിൽ പെട്ട് കിടക്കുകയാണ് കേരളം. ശരിയല്ലേ സാർ? ഈ ഒരു അർബൻ ലാൻഡ് സീലിംഗ് ആക്ട് ആയിരിക്കണം ഒന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ഇമ്പാക്ട് ചെയ്ത, അല്ലെങ്കിൽ ഒരു സ്കാം എന്നൊക്കെ വിളിക്കത്തക്ക രീതിയിൽ ഉള്ള. കാരണം കൃഷി അൺവയബിളായി. അതെ, ആ ചെറിയ ലാൻഡ് പാർസൽസ് വെച്ചിട്ട് ഒരു കൃഷി നടത്താൻ പറ്റാതെ ലാൻഡിൻ്റെ ഓണർഷിപ്പ് ആളുകൾക്ക് കൈവിട്ടു പോയി. അതിനൊരു വെറുതെ കിട്ടുമ്പോൾ നാച്ചുറലി അതിനുള്ളൊരു ആളുകൾ അത് കണ്ടിന്യൂ ചെയ്തില്ല, ഒരു നെക്സ്റ്റ് ജനറേഷൻ കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ നമ്മൾ കൂടുതലും സ്കില്ലും അല്ലെങ്കിൽ ആ കണ്ടിന്യൂ ചെയ്ത ഒരു കൃഷിയിലേക്കൊക്കെ ഇറങ്ങുന്ന ഇവിടെ നിന്ന് മാറി എല്ലാവർക്കും നിർബന്ധിത എഡ്യൂക്കേഷനും മറ്റുമൊക്കെ ഉള്ള രീതിയിലേക്ക് പോയി. എനിവേ, ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. ഈ ഭൂപരിഷ്കരണം എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കംപ്ലീറ്റ്ലി ആക്ച്വലി ഇന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റിയാണല്ലോ ഇപ്പം 2050 നെറ്റ് സീറോ ഒക്കെ എത്തും എന്നൊക്കെ പറയുന്ന പ്രഖ്യാപനങ്ങൾ ഇതിനകത്തുണ്ട്. അതിന് ഈ
പല രാജ്യങ്ങളിൽ ടിമ്പർ ഇപ്പം ഈ ട്രീ ഈസ് സീൻ ആസ് ഒരു സസ്റ്റൈനബിൾ മോഡൽ ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ആ ഒരു കൺസ്ട്രക്ഷൻ മെറ്റീരിയലായിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടിമ്പർ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു മനസ്സിലായ. ഈ മരം മുറിക്കരുത് എന്നുള്ളതല്ല. അപ്പം മരം നട്ട് വളർത്തി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരുപാട് അഗ്രികൾച്ചറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രീ പ്ലാന്റിങ്ങിലൊക്കെ ഒരുപാട് ഇതുണ്ട്. പക്ഷെ ഇന്ന് തുടങ്ങിയാൽ 20-50 വർഷം കഴിഞ്ഞിട്ട് ഒരു മെച്യൂർ ട്രീ കിട്ടുള്ളൂ, ഒരു ടിമ്പർ കിട്ടുള്ളൂ. ബ്രിട്ടീഷുകാർ ഒരു നിലമ്പൂർ ടീക്ക് ഫാം ഉണ്ടാക്കി വെച്ചതുമാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഫാം ലാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഫോറസ്ട്രി നടന്നിരുന്നത്. ഇതിനൊരു പോളിസി ഇല്ല, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടൊരു മുന്നോട്ട് പോകുന്നില്ല. അതിന് റവന്യൂ മോഡൽ എങ്ങനെയെന്നുള്ളത് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ല. അപ്പോൾ ഭൂപരിഷ്കരണം എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം. എനിവേ തിരിച്ച് നമ്മുടെ ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ ശോചനീയം തന്നെയാണ്. കാരണം റവന്യൂ ഡെഫിസിറ്റ് ഇപ്പോഴും 35,000 കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നാച്ചുറലി 35,000 കോടി റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് ഏതാണ്ട് 56,400 crores ആണ്. ഇത് എങ്ങനെ നമ്മൾ ബ്രിഡ്ജ് ചെയ്യും? ഈ രണ്ട് സാധനവും വളരെ സിമ്പിളായിട്ടൊന്ന് പറയാമോ? റവന്യൂ ഡെഫിസിറ്റ്, അത് വരവും ചെലവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഈ പറയുന്ന റവന്യൂ ഡെഫിസിറ്റ്. അതായത് നമ്മൾ ടോട്ടൽ വരവ് എത്രയാണ്, ചെലവ്. ആ വരവും ചെലവ് ഏതാണ്ട് ഇപ്രാവശ്യത്തെ വരവ് പറഞ്ഞിരിക്കുന്നത് 1,69,646. ഇത് അപ്വേർഡ് റിവിഷൻ വന്നിട്ടുണ്ട്. ടാക്സ് റവന്യൂ കൂടും. അപ്പം ബഡ്ജറ്റിൽ പറയുമ്പോൾ എനിക്ക് എന്തും പറയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിന്റെ ഒരു കെൻ ബാലഗോപാൽ അവസാനം അവതരിപ്പിച്ചിട്ട് പോയതിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ളതെന്ന് പറഞ്ഞ് 20,000 കോടി കാണിച്ചിട്ട് പോയി. അപ്പൊ റവന്യൂ കിട്ടും എന്ന് പറയുന്നതിനകത്തൊരു ന്യായമായിട്ടുള്ളൊരു ഒരു രീതിയില്ല, അല്ലെങ്കിൽ അതിനൊരു മെത്തേഡ് ഇല്ല. അപ്പൊ ഇതിലും കൂടുതലാണ് നമ്മളെ ചെലവ്. അതെ. അപ്പൊ വരവും ചെലവും മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനകത്ത് പക്ഷേ ഒരു കടമെടുക്കുന്നത് തെറ്റായിട്ട് കാണുന്ന ഒരു ലോകം അല്ല ഇന്ന്. ലിവറേജ് ചെയ്യുക, അതായത് നമുക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ചെലവാക്കാം. പക്ഷേ ആ ചെലവാക്കുന്നത് ഒരു റവന്യൂ കിട്ടുന്ന ഒരു സ്ഥലത്തു നിന്നായിരിക്കണം. ഇന്ന് ഞാൻ ലോൺ എടുത്ത് ഒരു പ്രോജക്റ്റ് ചെയ്താൽ അതിൽ നിന്നുള്ള വരുമാനം വെച്ച് അത് റീപേ ചെയ്യാനും ഇൻട്രസ്റ്റ് സർവീസ് ചെയ്യാനും പറ്റണം. അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്താലും അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്താലും നേഷൻ മൊത്തം ചെയ്താലും അങ്ങനെയാണ്. അല്ല, റവന്യൂ ഡെഫിസിറ്റായി ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താ? ഒരു ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ വരവും ചെലവും. ഇതെന്ന് പറയുന്നത് ടോട്ടൽ ബോറോയിങ്സ്, ടോട്ടൽ എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടത്, ഇതിൻ്റെ ഒരു ആകത്തുകയുണ്ടല്ലോ. അതായത് ടാക്സ് റവന്യൂ ഉണ്ട്, നമുക്ക് തനത് വരുമാനം എന്ന് പറയും. തനത് വരുമാനം അല്ലാതെ നമ്മൾ കടവൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള എക്സ്പെൻഡിച്ചർ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒരു സാധാരണ പറയുകയാണെങ്കിൽ ഒരു ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഫിസിക്കൽ ഡെഫിസിറ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീറ്റ്, റിക്കവറീസ് ഫ്രം ലോൺസ് ആൻഡ് അതർ നോൺ ടാക്സ് എക്സ്പെൻഡിച്ചർ. ഇപ്പം നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 2,27,000 കോടി രൂപയാണ്. റവന്യൂ എന്ന് പറയുന്നത് 1,69,000 കോടി രൂപയാണ്. അപ്പോൾ ഒരു റിക്കവറി ഫ്രം ലോണും മറ്റുമൊക്കെ 1,500 കോടിയാണ്. അങ്ങനെ ടോട്ടൽ ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിട്ട് പറയുന്നത് 56,400 കോടി രൂപയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് നമ്മൾ. നേരത്തെ നമ്മൾ പറഞ്ഞത് വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം 34,000 കോടി രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ഇതെടുക്കുമ്പോൾ ഒരു 56,000 കോടിയുടെ ഒരു അഡീഷണൽ ഫണ്ടിങ് നമ്മൾ കണ്ടുപിടിക്കണം. അത് ഏതാണ്ട് 3.46% ആണ്. FRBM അലൗ ചെയ്തിരിക്കുന്ന ഇതിനകത്ത് തന്നെയാണ് നമുക്ക് ഇത് നിർത്താൻ പറ്റിയിരിക്കുന്നത്. FRBM ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ നിയമത്തിനകത്ത് എത്രമാത്രം ഡെഫിസിറ്റ് ആകാം എന്ന് പറയുന്നുണ്ട്. അത് ഇപ്പൊ കോവിഡ് സമയത്തൊക്കെ ഇത് വളരെയധികം മാറിപ്പോയി. പക്ഷെ അതിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ കേന്ദ്രമാണെങ്കിലും അത് ഇത്രേ ആകാവുള്ളൂ എന്നൊരു നിയമമുണ്ട്.
ആ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റിന്റെ നിജപ്പെടുത്തിയിരിക്കുന്നതിനകത്താണ്. പക്ഷേ ആ അകത്താണെങ്കിൽ പോലും നമ്മുടെ ചെലവ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാനും വെൽഫെയർ പെൻഷൻ കൊടുക്കാനും ആളുകളുടെ എന്താ പറയുന്നത് ഈ സാലറീസ് 5 ലക്ഷം പേർക്ക് സാലറിയും DAയും DRും ഒക്കെ കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ പണം യൂട്ടിലൈസ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്കൊരു അപജയം വരുന്നത്. അല്ല, അതിൻ്റെ കൂടെ ഈ കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് എപ്പോഴും റേസ് ചെയ്യുന്നൊരു പോയിൻ്റുണ്ട്. FRBM ആക്ട് വെച്ചിട്ട് സംസ്ഥാനങ്ങളെ കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു. ഇത്ര കടമേ വാങ്ങാവുള്ളൂ, ഇതിൽ കൂടുതൽ ഡെഫിസിറ്റ് പാടില്ല, ഇങ്ങനെയൊക്കെ പറയും. എന്നാൽ കേന്ദ്രത്തിന് ഇതൊന്നും ബാധകമല്ല. കേന്ദ്രം കോടിക്കണക്കിന് ലക്ഷം രൂപ കാശ് തോന്നിയെടുത്തുന്നെല്ലാം കടം മേടിക്കുന്നു, തോന്നുമ്പോൾ നോട്ടടിക്കുന്നു, സമൃദ്ധമായിട്ട് അവർ കഴിയുന്നു, സംസ്ഥാനങ്ങളെ പിഴിയുന്നു. ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? FRBM ആക്ട് കേന്ദ്രത്തിന് ബാധകമാണോ? ഡെഫിനറ്റായിട്ടും കേന്ദ്രത്തിന് ഡെഫിനറ്റായിട്ടും ബാധകമാണ്. പക്ഷേ അതിനകത്ത് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഒരു കോവിഡ് സമയത്തും മറ്റുമൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. കടം എടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. നമുക്ക് സാലറി ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടു ചെലവിന് വേണ്ടി കടം എടുക്കുന്നതാണോ, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യാനായിട്ട് ഒരു കടം എടുക്കുന്നതാണോ, ഏതാണ്? അപ്പോൾ ഭാരതത്തിലുള്ള ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ പുഷിന് വേണ്ടിയിട്ട് കടം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടി സാലറി കൊടുക്കാനും വെൽഫെയർ പെൻഷൻ കൊടുക്കാൻ കടമെടുക്കാൻ ഒരു കമ്പനി തുടങ്ങിയ ഒരു സ്റ്റേറ്റാണ് നമ്മൾ. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് കടമെടുത്ത് കൊടുക്കാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇന്ന് ഒരു കമ്പനിയുണ്ട്. കിഫ്ബി പോലൊരു ഓർഗനൈസേഷൻ കടമെടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യും, പക്ഷെ വരുമാനമില്ല. കാരണം ടോളിൽ പിരിവില്ല. ഇപ്പൊ NHA മസാല ബോണ്ട് പിരിവില്ലേ, NHA ടോളിന് ഒരു വരുമാനം മാർഗമുണ്ട്. അപ്പോൾ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് കടമെടുക്കുന്നത്. എനിക്ക് വേറെ മാർഗമുണ്ട്. ഇപ്പൊ അദാനി മാത്രമായിട്ട് കമ്പനിയുണ്ട്. ഈ KSRTC കടം വാങ്ങിച്ച് മുടിഞ്ഞു. KSRTCയെ ഫൈനാൻസ് ചെയ്യാൻ KTDFC, കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനോ അങ്ങനെ എന്തോ, KTDFCയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ കടം വാങ്ങുക. അതാണ്, വേറെ ഒരു ആക്ടിവിറ്റിയില്ല. KTDFC കടം വാങ്ങിച്ചിട്ട് KSRTCക്ക് കൊടുക്കും. ഒടുവിൽ രാമകൃഷ്ണ മിഷൻ കൽക്കട്ടയിലെ 120 കോടി രൂപയാണ് KTDFCയിൽ ഡെപ്പോസിറ്റ് ചെയ്ത്. അവിടെ ഇൻട്രസ്റ്റ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാശ് മെച്ചൂറായി കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുക്കുന്നില്ല. രാമകൃഷ്ണ മിഷൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ സർക്കാർ കൈമറത്തി. അത് KTDFC കൊടുക്കാനുള്ളതാണ്, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കോടതി പറഞ്ഞു, ഈ സത്യവാങ്മൂലം പിൻവലിക്ക്, തെമ്മടിത്തരം പറയാതെ നിങ്ങൾ സർക്കാരിൻ്റെ സ്ഥാപനം നിങ്ങൾ ഗ്യാരണ്ടി നിന്നിട്ട് പൈസ വാങ്ങിച്ചിട്ട് ഗ്യാരണ്ടി കമ്മീഷൻ വരെ വാങ്ങിച്ചിരുന്നതാണ്. ഈ ഗവൺമെന്റ് ഗ്യാരണ്ടിക്ക് കമ്മീഷൻ ഉണ്ട്, ഗവൺമെന്റ് നിൽക്കുന്നത് ഈ PSUs. ആക്ച്വലി ഈ KTDFCയുടെ കഥ ശക്കലം ഡിഫറെന്റ് ആണ്. കാരണം KSRTCക്ക് കൊടുക്കുന്ന മാത്രമല്ല, അവർ പബ്ലിക്കിനും ലെൻഡ് ചെയ്തിരുന്നു. ഇവരെ വാസ്തവം പറഞ്ഞാൽ നട്ടലൊടിച്ചത് ഈ ഇവിടുത്തെ 3 or 4 ബസ് സ്റ്റാൻഡിലെ ബിൽഡിംഗ് കിട്ടിയതാണ്. ഈ ഫണ്ട് മുഴുവൻ ചെയ്തത് ഒരു ഗവൺമെന്റ് ഓർഡറിന്റെ ബേസിസിൽ നിങ്ങൾ പോയി കെട്ടിടം കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. കെട്ടിടം കിട്ടുന്നത് ഇഷ്ടക്കാർക്കും മറ്റുമൊക്കെ ആണല്ലോ, നമുക്ക് അതിൻ്റെ യൂട്ടിലിറ്റി. അപ്പോൾ ഇതിൻ്റെ റെന്റിൽ വാങ്ങിച്ച് കടം തീർന്നോളാം. ഒരു ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ പോലത്തെ ഒരു മോഡലിലാണ് ചെയ്തത്. ഇത് ഒരു ബസ് സ്റ്റാൻഡിലുള്ള ബിൽഡിങ്ങും ഒരു ഗെയിൻഫുള്ളായിട്ട് റെന്റലിന് കൊടുക്കാൻ പറ്റില്ല. അതായിരുന്നു ഒരു കാര്യം. 2, ഈ KSRTC ഗവൺമെന്റിന്റെ ആണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അവിടെ ട്രേഡ് യൂണിയൻകാർ റെന്റൽ മുഴുവനായിട്ട് KTDFC കൊടുക്കാൻ സമ്മതിച്ചില്ല. ഇതെങ്ങനെയാണ് എൻ്റെ സ്ഥലത്തുനിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇത് ഒരു ഫൈനാൻസ് കമ്പനിക്ക് കൊടുക്കുന്നതെന്നും പറഞ്ഞ് ആകെപ്പാടെ കിട്ടുന്ന എന്ത് റെന്റ് ഉണ്ടോ അത്. അപ്പോൾ ഒരു 100 കൊല്ലം ഈ ചെറിയ റെന്റ് വെച്ചാൽ പോലും ഇതിന്റെ ഇൻട്രസ്റ്റ് പോലും സർവീസ് ചെയ്ത് തീരില്ല എന്നുള്ള രീതിയായി. അങ്ങനെയാണ് ഇതൊരു നെഗറ്റീവ് നെറ്റ്വർത്തും അതൊരു കംപ്ലൈന്റ് അല്ലാത്തൊരു കമ്പനി. കാരണം RBI നിയമം അനുസരിച്ചുള്ള ഒരു NBFC ആയിരുന്നു അത്. അപ്പോൾ അതിന്റെ അതിന്റെ ഒരു ലോങ് ടേം. അപ്പോൾ ഇതൊരു മാനേജ്മെന്റ് ഇഷ്യൂസ് ആണ് മെയിനായിട്ട് നമ്മുടെ ഇവിടുത്തെ PSUസിൽ.
ഈ PSUസിന്റെ ഒരു റിവൈവലിനെ പറ്റി പറയുന്നുണ്ട്, കിഫ്ബിയുടെ റിവൈവലിനെ പറ്റി പറയുന്നത്, ഇതെല്ലാം കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിനെല്ലാം പൈസ എവിടെ എന്നുള്ളതാണ് ഒരു സാധാരണക്കാരന്, അല്ലെങ്കിൽ എക്കണോമിക്, നേരത്തെ പറഞ്ഞ വിദഗ്ധനല്ല, എക്കണോമിക് ഒബ്സർവർ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇത് എങ്ങനെ ഒരു വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളും മറ്റും. അല്ല, ഞാൻ വിദഗ്ധൻ എന്ന് പറയാഞ്ഞത് മനഃപൂർവ്വം ഞാൻ അല്ലല്ല, ഞാൻ പറയും നമ്മള് ഈ വിദഗ്ധൻ ഒരു അശ്ലീല വാക്കായിട്ട് അതെ അതെ, അത് നമ്മളൊരു ഒബ്സർവർ എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ ഇതിന് വിൽ വണ്ടർ. നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ഡെഫിസിറ്റ് എങ്ങനെ ഫൈനാൻസ് ചെയ്യും, അതിന് ഒരു ഇമ്പ്രൂവ് ചെയ്യുക. എന്നാൽ നമ്മൾ വെൽഫെയറിനെ തൊടാനോ അല്ലെങ്കിൽ അതിനൊരു പാസ് ഇടാനോ നമുക്ക് അതിനുള്ള സാഹചര്യമില്ല. ഞങ്ങൾ ആദ്യം ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിലും, ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞെങ്കിലും, പ്രിയദർശിനി സ്കീമൊക്കെ ഉണ്ടെങ്കിലും തൽക്കാലം ഇത് വേണ്ട എന്ന് പറയാനുള്ളൊരു ആർജവം ഈ ഗവൺമെന്റ് കാണിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. അങ്ങനെ ഒരു പക്ഷേ പറഞ്ഞിരുന്നെങ്കിൽ നിലപാടുകളുടെ കാര്യത്തിലൊക്കെ രാജകുമാരനാകുന്നത് നല്ലതാണ്. പക്ഷെ അതെങ്ങനെയാകും ഒരു സസ്റ്റെയിൻഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ഈ പറയുന്നത്. അപ്പം നാച്ചുറലി കഴിഞ്ഞ 10 വർഷം ആ ഒരു പ്രഖ്യാപനങ്ങളുടെ ഒരു ആഘോഷമായിരുന്നു ഇത് നമ്മളിത് ഒന്നോ രണ്ടോ ദിവസം പത്രങ്ങളിലും ഇതുപോലെ ചാനലിലും മറ്റുമൊക്കെ ചർച്ച ചെയ്യും. പിന്നെ ഇത് ആളുകൾ മറക്കും. പിന്നെ ഇത് നെക്സ്റ്റ് ഇയറിലേ ഉള്ളൂ. പിന്നെ എല്ലാ മാസവും ശമ്പളം കൊടുക്കാൻ പൈസയില്ല, കടമെടുക്കാൻ മോദി സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള ഒരു കരച്ചിലും ഉണ്ടാവും. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അല്ലാതെ ഒരു വലിയ തോതിൽ ഫീൽ ഗുഡ് ആണ്. കാരണം ഇതെല്ലാം കഴിഞ്ഞ 10 വർഷവും ഫീൽ ഗുഡ് ആയിരുന്നു. അതെ, നമ്മളിത് പ്രഖ്യാപനം കേൾക്കുമ്പോൾ നമുക്ക് വയനാട്ടിലെ ബ്രാൻഡ് ചെയ്ത് കാപ്പി ഉണ്ടാകുന്ന കാര്യം വരെ നമ്മൾ 3ഓ 4ഓ പ്രാവശ്യം കേട്ടു 10 വർഷത്തിനിടയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഒരു പക്ഷേ ഇതും. പക്ഷെ ഇത് കുറെ കൂടെ പ്രാഗ്മാറ്റിക്കായി, കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണമെന്നും പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നും ഒക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ ഡെഫിനറ്റ്ലി ഈ പറയുന്ന 9 months കൊണ്ട് ഇതൊന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ ഒക്കില്ല. കൊറിഡോർ ഉണ്ടാക്കാൻ ഒക്കില്ല, ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ ഉണ്ടാക്കാൻ ഒക്കില്ല, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ ഇവിടെ കൊണ്ടുവരാനില്ല. ആദ്യം ചെയ്യേണ്ടത് ഒരു ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ. ഇതൊരു വളരെ വളരെ ഒരു ലീൻ ആൻഡ് മീൻ പ്രോജക്ട്സ് ഒന്നും പറയണ്ട. ഞാൻ ഇത് ചെയ്യാൻ പോകുന്ന വളരെ ക്ലീൻ ചെയ്ത് ഒരു എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ മോർ ഹാപ്പി. ശരി, ഇരിക്കട്ടെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഈ ബജറ്റിന് രഞ്ജിത്ത് എത്ര മാർക്ക് കൊടുക്കും? ബജറ്റ് സ്പീച്ചിനാണോ? അല്ല, സ്പീച്ചിനല്ല. ബജറ്റിലെ ഫിഗേഴ്സ് ഒക്കെ വെച്ചിട്ട് വിലയിരുത്തൽ നടത്തി കഴിഞ്ഞാൽ കൺവിൻസിംഗ് 1 to 10 സ്കെയിലിൽ ഒരു മാർക്സ് ഡിഫിക്കൽട്ട് ആണ്. കാരണം അത് കൺവിൻസിംഗ് അല്ല. അതാണ് അതിന്റെ ഒരു പ്രോബ്ലം. അതായത് നമ്മൾ ഈ പറയുന്ന അതിന്റെ ഒരു നെക്സ്റ്റ് ഡെപ്തിലോട്ട് ഒരുപാട് ഗ്രേ ഏരിയാസ് അതുകൊണ്ട് മാർക്ക് ഇടാൻ ഒക്കില്ല. 2, അങ്ങനെ ഒരു ഈ പറയുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഇതിനകത്ത് കണ്ടിട്ടില്ല. നമ്മൾ ഈവൻ മതം തിരിച്ച് ഉള്ള ഈ പറയുന്ന എന്താ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് മതം തിരിച്ച് വരെ ചെയ്യുന്ന ഒരു രീതി ആണ് ഇതിനകത്ത് കാണുന്നത്. അതായത് മുസ്ലിങ്ങൾക്കുള്ള പിൽഗ്രിമേജിന് ഇത്, ഹിന്ദുക്കൾക്കുള്ളത്, ക്രിസ്ത്യാനിക്കുള്ള ഇത് എന്നുള്ള ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വേർതിരിവ് പോലും നമ്മൾ കണ്ടു. ഞാൻ ചോദിക്കുന്ന ഹൗ കെൻ യു ഡു ദാറ്റ് ആസ് എ ഗവൺമെന്റ്? എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് പിൽഗ്രിമേജ് എന്ന് പറയുന്നതിന് മതാടിസ്ഥാനത്തിലാണോ നമ്മൾ നോക്കേണ്ടതെന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. അതായത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലേക്ക് ഒരു പിൽഗ്രിമേജ്, കൊടുങ്ങല്ലൂർ തന്നെ ചേരമാൻ പള്ളിയിലേക്ക് വേറൊരു പിൽഗ്രിമേജ്. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരിന്റെ സ്കീമുണ്ട്, അതിന്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. പക്ഷെ ഇത് ഒറ്റ സ്കീമേ ഉള്ളൂ. ആ സ്കീം അനുസരിച്ച് റിലീജിയസ് പ്ലേസസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. അല്ല, ഏതായാലും കാരണം ഹിന്ദു വർഗീയവാദിയായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ്. നമ്മൾ സെക്യുലർ ആയിട്ടുള്ള കേരള ഗവൺമെന്റ് പക്ഷെ കാണുന്നത് 3 ആയിട്ടാണ്. ആയിരുന്നു. അല്ല, അതിരിക്കട്ടെ. ബജറ്റിന് മാർക്കിടാൻ പറ്റില്ല, ബജറ്റ് പ്രസംഗത്തിനെങ്കിലും മാർക്കിടാൻ പറ്റുമോ? അല്ല, അത് വളരെ ഫീൽ ഗുഡാണ്. ഞാൻ ആദ്യം പറഞ്ഞു പോലെ ഫീൽ ഗുഡാണ്. നേരത്തെ പോലെ നമ്മൾ വേറൊന്നും ആലോചിച്ചിട്ടില്ല എങ്കിൽ നാളെ ഇനി ഈ പറയുന്ന പോലെ പൊളിറ്റിക്കലി അല്ലാതെ ഉള്ള ഇപ്പം എസ്പെഷ്യലി UDF സപ്പോർട്ടേഴ്സ് ഒക്കെ പറയും, കണ്ടോ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഫൈനലി ഇത് പറയാമോ? ധനമന്ത്രിയും കൂടെയായ മുഖ്യമന്ത്രി
നല്ലൊരു പ്രസംഗം ചെയ്തു നിയമസഭയിൽ എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഡെഫിനറ്റ് ആയിട്ടും, കാരണം അതേ ചെയ്തിട്ടുള്ളൂ. അതേ ചെയ്തിട്ടുള്ളൂ. പ്രവൃത്തിയിൽ എന്ത് വരും എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. കറക്റ്റ്. നമുക്ക് ഈ പറയുന്ന ലാസ്റ്റ് നമ്മുടെ ഒരു 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 എക്സ്പീരിയൻസ് വെച്ച്, ഒരു ഡെക്കേഡ് ഓഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ സാധാരണ മറന്നുപോകും. ഒരു എന്താണ് ഇമ്പാക്റ്റ് അസസ്മെന്റ് നമ്മൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമുക്ക് കേന്ദ്ര ബഡ്ജറ്റിൽ ഇതിൻ്റെ എന്താണ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തതിനെ പറ്റി ഒരു പേപ്പർ സാധാരണ പറയാറുണ്ട്. ഇതൊന്നും നമ്മൾ കേരളത്തിൽ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരു 9 മാസത്തേക്ക് അദ്ദേഹത്തിന് ഒരുപക്ഷെ പറയേണ്ടി വന്ന ഒരു വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായി ശിവഗിരി മഠത്തിന് 5 കോടി രൂപ എന്നൊക്കെ ഞാൻ പെട്ടെന്ന് കേട്ടു. അപ്പം എല്ലാ വിഭാഗക്കാരെയും ഒന്ന് പ്രീതിപ്പെടുത്തണം. ഇത് റിവൈവൽ പാത്തിലാണെന്ന് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷെ നമ്പേഴ്സ് അതിന് ഒരു എനിക്ക് തോന്നുന്നു ഡൗൺ സൈസ് ചെയ്തിരിക്കണം. ഒരു റിവിഷൻ മറ്റേ എക്സ്പെൻഡിച്ചറിലൊക്കെ താഴോട്ട് വന്നു എന്നുള്ളതാണ്. നമ്പേഴ്സിലേക്ക് കൂടുതൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ അറിയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും യു ആർ ലുക്കിംഗ് അറ്റ് ഒരു എക്കോണമി there's no production, there's no revenue buoyancy, ഒരു ടാക്സ് buoyancy other than from consumption. റെമിറ്റൻസ് വളരെ വളരെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഇവിടുത്തെ സ്റ്റുഡൻസ് പോലും മൈഗ്രേറ്റ് ചെയ്യുന്നൊരു ഒരു ഒരു എത്രയോ ഇത് ഷിപ്പിലുണ്ടല്ലോ, ഈ പ്ലെയിൻസ് ചാർട്ടർ ചെയ്താണ് ഇവിടുന്ന് സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ളൊരു സംസ്ഥാനമാണ്. എനിവേ, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, ബിക്കോസ് ഈ സ്റ്റേറ്റ് രക്ഷപ്പെടണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇതൊരു പൊളിറ്റിക്സിന് അപ്പാർട്ട് ഫ്രം ദ പൊളിറ്റിക്സ്, സ്റ്റേറ്റ് എങ്കിലേ നമുക്കിവിടെ സർവൈവ് ചെയ്യാൻ ഒക്കെയുള്ളൂ. നമുക്കിവിടെ ഡെവലപ്മെൻറ്റ് വരണം. അങ്ങനെയുള്ള കാര്യത്തിന് എനിക്ക് കുറേ കൂടെ ഒരു സെൻട്രൽ സ്റ്റേറ്റ് കോഓപ്പറേഷൻ ഇതിനകത്ത് വരണം. വന്നാൽ ഒരുപാട് ഈ PM ശ്രീ ആണെങ്കിലും അതുപോലെയുള്ള ആവാസ് യോജനയാണെങ്കിലും ഇതൊക്കെ ഗവൺമെൻറ്റിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൽ നമുക്ക് കൊടുക്കുന്ന ബെനഫിറ്റ്സ് നമ്മൾ വാങ്ങിച്ചെടുക്കണം. അതിവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ കുറെ കൂടെ മെച്ചമാവും നമ്മുടെ എക്കോണമി. അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ പോളിസിയിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാവാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഓക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.